151 പൊടിച്ചു പോയി. പതിവ് പോലെ തന്നെ അദ്ദേഹം വീട്ടുമുറ്റത്താണ് അദ്ദേഹം കുടുംബവും പൊങ്കാല അർപ്പിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വീണ്ടും ഒരു പൊങ്കാല എത്തിയിരിക്കുകയാണല്ലോ ഈ അടുത്തൊക്കെ കത്തിച്ച്, എന്താ തോന്നുന്നത് ഇപ്പം? എല്ലാ പ്രാവശ്യവും തോന്നുന്നത് തന്നെ. ഇത് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങുന്ന ദിവസം കൂടി ഒരു വലിയ ശബരിമല വ്രതം നോക്കുന്നത് പോലെ തന്നെ കൃഷ്ണനിൽ സ്ത്രീകളുടെ ശബരിമലയിൽ ലക്ഷക്കണക്കിനാണ് എപ്പോഴും കൃത്യമായ എണ്ണം ദൈവം തമ്പുരാന് മാത്രമേ അത്രയും കണ്ണൂരും അതുപോലെ തന്നെ ചെന്നൈയിലൊക്കെ സത്സംഗമാണെന്ന് പറഞ്ഞിട്ട് വലിയ സംഘം പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് സ്ത്രീയുള്ള വീട്ടിൽ, ഒരു പെൺതരിയുള്ള വീട്ടിൽ, ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്ന കുടുംബത്തിന് എല്ലാം അമ്മ എന്ന് പറയുന്നത് പെൺകുഞ്ഞിലൂടെ അഭിവൃദ്ധി എന്ന് പറയുന്ന നവലോകത്തിൻ്റെ സ്ത്രീ സങ്കല്പം, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമകി എന്ന് പറയുന്ന സ്ത്രീ ശക്തിയുടെ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒരു ബിംബമാണ്. ആ ബിംബവുമായിട്ട് കണക്റ്റഡാണ്. ഒരു സ്ത്രീ ശക്തി അറിയിക്കുന്ന ആ ഉത്സവങ്ങൾ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ സീതാദേവി, രാധ, നമുക്ക് അറിയാം സ്ത്രീ ശക്തി, ആർദ്രതയിലൂടെ നേടിയെടുക്കുന്ന ഒന്ന്. കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന. ഇതൊരു സ്ത്രീപക്ഷ ആരാധന സമ്പ്രദായമാണെങ്കിലും കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കണ്ണകി നിന്ന് പൊങ്കാലയിടുമ്പോൾ കോവലൻ വീട്ടിലുണ്ടാവണം എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടി. വിവാഹശേഷം ആണ് സത്യത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഒരു ജീവിത ചര്യയിലേക്ക് വന്ന് ബന്ധുക്കളുടെ കൂടെ വന്ന് അത് ദൂരെ എവിടെ ഇരുന്ന് പൊങ്കാലയിട്ട് പോയിട്ടുള്ളത് എനിക്ക് നേരിയ ഓർമ്മ മാത്രമാണ്. കല്യാണത്തിന് ശേഷം ഇത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് വർഷം പിറക്കുന്നതിന് മുമ്പ് കലണ്ടർ വരുമ്പോൾ മാർക്ക് ചെയ്യുന്ന ഒരു ദിവസം. അതിൻ്റെ തലേനാൾ തമ്പുരാൻ ഏൽപ്പിച്ചു പോയ ഒരു വലിയ ഉദ്യമമാണ്. തമ്പുരാൻ്റെ പേരിലുള്ള ട്രസ്റ്റാണ്, കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണ് അത് ചെയ്യുന്നത്. ഒരുപാട് അഭ്യുദയകാംക്ഷികൾ അതിലേക്ക് അരിയും മറ്റ് പലവ്യഞ്ജനവും പച്ചക്കറിയും ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ 9:30-10 മണിയാകുമ്പോൾ തുടങ്ങുന്ന അന്നദാനം എല്ലാ കറികളും അടക്കം, അതിനകത്ത് അച്ചാർ തുടങ്ങി അവിയൽ അങ്ങനെയുള്ള എല്ലാ കറികളും, സാമ്പാർ, പുളിശ്ശേരി, സംഭാരം ഇതൊക്കെ വെച്ച് പായസം ചില സമയങ്ങളിൽ ഒരു കൂട്ടം, ചിലപ്പോൾ 2 കൂട്ടം അവിടെ തുടങ്ങി. അത് തലേ ദിവസം ചെയ്യും. അപ്പോൾ മെനിഞ്ഞാന്ന് ഇവിടെ എത്തുക എന്നുള്ളത് ഒരു വർഷത്തിലെ കലണ്ടർ ഡേറ്റ്സിൽ 3 ദിവസം നാളെ കരുതി കഴിഞ്ഞ് മാത്രമാണ്. അത്യാവശ്യം ചില ബില്ലുകൾ വന്ന സമയങ്ങളിൽ മാത്രമാണ് ഒരു ബഡ്ജറ്റ് സെഷൻ നടക്കുന്ന സമയം. ഇപ്പോൾ ഇൻ്ററിം ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് പാർലമെൻറ്റ് നേരത്തെ ദിവസം പലപ്പോഴും നീക്കാൻ പറ്റിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഞാൻ വെച്ച് അവിടെ എത്തി. ചിട്ട അങ്ങനെ കൃത്യമായി പാലിച്ചു. അത് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് ജീവിതത്തിൽ അവലംബിക്കാൻ സാധിക്കും. മകളുടെ വിവാഹശേഷിയുള്ള ആദ്യത്തെ പൊങ്കാല കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു? ഇല്ല, അങ്ങനെയല്ലല്ലോ. നമ്മളിത് കുടുംബത്തിലെല്ലാം നല്ലത് നമുക്കുണ്ടാവണം, നല്ലതല്ലാത്തത് ഉണ്ടാവുന്നതിൽ ആഘാതം കുറഞ്ഞിരിക്കണം, അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കരുത് എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ആ കൂട്ടത്തിൽ നല്ലതുകൾ സംഭവിക്കേണ്ടത് അത് കാലത്തിൻ്റെ ഒരു സയൻസ് അല്ലേ, നമ്മുടെ കോശങ്ങളുടെ സയൻസാണ്. മകൾക്ക് ഈ വർഷം വീട്ടിൽ നിന്ന് പൊങ്കാലയിടാനുള്ള അവകാശമില്ല. ഭർത്തൃ ഗ്രഹത്തിലാണ്, അവൾക്ക് അവിടെയാണ് ഇന്ന് പൊങ്കാല. അപ്പോൾ ഇങ്ങനെ മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ആ മക്കൾ കെട്ടി വരുമ്പോൾ നമുക്ക് മക്കളായിട്ട് വീണ്ടും പെൺകുട്ടികൾ വരും. ഇതൊരു വലിയ സംസ്കാരമാണ്. ആരാധന
അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ പാലനം എന്നതിനപ്പുറം ഒരു വലിയ സംസ്കാരം തന്നെയാണ് ആറ്റുകാൽ. എല്ലാവിധ പൊങ്കാലയുടെ എല്ലാവിധ ആശംസകളും. ഉന്മേഷ്, ഇത്തവണയും സുരേഷ് ഗോപിയും കുടുംബവും പൊങ്കാല ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പൊങ്കാല തയ്യാറെടുപ്പുകളിലാണ്. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു പൊങ്കാലയാണ്. മകളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പൊങ്കാല. ഒരു തെരഞ്ഞെടുപ്പ് വർഷം വരാൻ പോകുന്നു. എന്തൊക്കെയാണ് പൊങ്കാല ആഘോഷിക്കുകയല്ലേ, ആചരിക്കുകയാണ്. എല്ലാ വർഷവും അങ്ങനെയില്ല, പക്ഷേ ഇപ്പം എല്ലാ വർഷവും വീട്ടിലുണ്ടാവാറുണ്ടല്ലേ? മിക്കതും കഴിയുന്നത് ശ്രമിക്കാറുണ്ട്. കുറേ കാലമായിട്ട് പറ്റുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന അങ്ങനെയല്ല. കുടുംബത്തിലെല്ലാവർക്കും മനസ്സമാധാനം, ആരോഗ്യം, സന്തോഷം ഇതൊക്കെ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയാണുള്ളത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ജീവിക്കായിട്ടൊരു പാട്ട് പാടാണ് ഇപ്പോൾ ഒരു ചെറിയത് ഇതിൻ്റെ പുകയുടെ ഇരുന്നുണ്ട്. അങ്ങനെയല്ല, എല്ലാ വർഷവും പൊങ്കാല ഇടാൻ സാധിക്കണമെന്നൊരു പ്രാർത്ഥന എല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അടുത്ത വർഷവും പറ്റണേ ദേവി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷമൊക്കെ ദേവി തരണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. മകള് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ പൊങ്കാലയാണ്. അതെ. അപ്പം അവരൊക്കെ വരുമോ? അല്ല, അത് അവരുടെ വീട്ടിലാണല്ലോ ആദ്യത്തെ പൊങ്കാല വേണ്ടത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, അവരുടെ കുടുംബമായിട്ട് ഇടാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഇപ്രാവശ്യമുണ്ട്. എട്ടാമത്തെ പൊങ്കാലയാണ്. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. കുറേ വർഷങ്ങളായിട്ടുണ്ട്, കൃത്യമായ ഒരു എണ്ണമില്ല. സാധിക്കുമ്പോഴൊക്കെ ഇടാൻ പറ്റാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിലൊരു പോയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ വീട്ടിലാണ്. എല്ലാ കാര്യങ്ങളും